friends, welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയിട്ട് അവൽ മിൽക്ക് കഴിക്കാറുണ്ടല്ലേ, അതിൽ അവർ ഷുഗറും അതുപോലെ തന്നെ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള അവൽ മിൽക്കാണ്, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ അവരിത് കഴിച്ചാൽ തന്നെ ഹെൽത്തിനും നല്ലതാണ്, പിന്നെ ഉച്ച വരെ അധികം വിശപ്പൊന്നും ഇല്ലാതെ നല്ല ഫില്ലിംഗ് ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് വെയിറ്റ് ലോസിന് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചുവന്ന അവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇതായിട്ട് വരും കേട്ടോ. ഇപ്പം ഇതായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ അവലാവേണ്ടത്. കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരണം, ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റണം അവല്, അതാണ് കേട്ടോ കറക്റ്റ് പാകം. പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. ഇതുപോലെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുള്ളതാണിത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റോബസ്റ്റ പഴല്ലേ, അതെടുത്താലും മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടിക്ക് അങ്ങനെ കറക്റ്റ് ഒരു മെഷർമെന്റ് ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈന്തപ്പഴമാണ് കേട്ടോ. പഞ്ചസാര ഒന്നും നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നില്ല. ഇനി ഈന്തപ്പഴം ഇല്ലെങ്കിൽ നമുക്ക് തേൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് ആൽമണ്ട് മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പശുവിൻ പാലോ ഏത് പാല് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ഈന്തപ്പഴാണിത്. അതിൽ ഞാൻ ഒരെണ്ണ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈന്തപ്പഴത്തിന്റെ എണ്ണം കൂട്ടിക്കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവലില്ലേ, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തണുത്ത പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി തണുത്ത പാലില്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 6 കപ്പലണ്ടി കൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നേക്കാൾ മുന്നായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവലില്ലേ, അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടിയും ബാക്കി ഉണ്ടാവും. അത് ഓരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ടൈമിൽ ഈ അവല് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കുറച്ച് അവലും അതുപോലെ തന്നെ കപ്പലണ്ടി ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ കുറേ നേരത്തേക്കൊന്നും അങ്ങനെ വിശപ്പൊന്നും വരില്ല കേട്ടോ. സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കാരണം അവരിത് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ച വരെ വിശപ്പൊന്നും ഇല്ലാതെ നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ അവൽ മിൽക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് എങ്ങനെയുണ്ടെന്ന് പറയണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.